എല്ലാ വീടുകളിലും അത്യാവശ്യമായിട്ടുള്ള ഒരു കൃഷിരീതിയാണ് അക്വാപോണിക്സ്. കുറഞ്ഞ സ്ഥലത്തു നിന്നും കൂടുതൽ ഉൽപ്പാദനം സാധ്യമാകുന്ന ഈ ഒരു കൃഷിക്ക് വെള്ളം വളരെ കുറച്ച് മാത്രമേ ആവശ്യമായി വരുന്നുള്ളൂ. മാത്രവുമല്ല, അധ്വാനം വളരെ കുറവാണ്. മത്സ്യവിസർജ്യം അടങ്ങിയ വെള്ളം മാത്രം ഉപയോഗിച്ചാണ് ചെടികളെല്ലാം കായ്ഫലം തരുന്നത്. മറ്റ് വളമോ വെള്ളമോ ഇതിനായി ആവശ്യമായി വരുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. പലരും പറയുന്നത് അക്വാപോണിക്സിലെ ചെടികൾക്ക് വളർച്ച വളരെ കുറവാണ് എന്നാണ്. അതിന് കാരണം മതിയായ രീതിയിൽ വെളിച്ചം, സൂര്യപ്രകാശം കിട്ടാത്തതുകൊണ്ടാണ്. തുടർച്ചയായി മിനിമം 6 മണിക്കൂർ വെയിലുള്ള സ്ഥലത്താണെങ്കിൽ ഒരു ബുദ്ധിമുട്ടുമില്ലാതെ നമുക്ക് പച്ചക്കറികൾ ഉണ്ടാക്കാം. പിന്നെ ശ്രദ്ധിക്കേണ്ടത് ബെഡിൽ മാലിന്യങ്ങൾ അടിഞ്ഞുകൂടി ഈ മത്സ്യവിസർജ്യം അടങ്ങിയ ഈ സോളിഡ് പാർട്സ് അടിഞ്ഞ് വേരുകൾക്ക് ഓക്സിജൻ കിട്ടാത്ത അവസ്ഥ വരും. അപ്പോഴൊക്കെ ഈ ചെടികൾ വളർച്ച വളരെയധികം കുറഞ്ഞ് കാണുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക്